20 വർഷത്തിന് ശേഷമുള്ള പൃഥ്വിരാജിനെ കുറിച്ചുള്ള ചിത്രം താങ്കൾക്ക് തന്നെ ഒന്ന് പറയാമോ? 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു 3 ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം. കമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കണം. എനിക്ക് വളരെ വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം. വർഷം 2010. മലയാളം ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ട്രോൾസും ഹേറ്റഡും റിസീവ് ചെയ്ത ഒരാളുണ്ടായിരുന്നു. ആൾക്കാർ അയാളെ ഹങ്കാരി എന്ന് വിളിച്ചു. മീഡിയ അയാൾക്ക് ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ടെന്ന് എഴുതി. അയാൾ സിനിമയെ പറ്റി വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞു, കരിയറിനെ പറ്റി വലിയ അംബീഷൻസ് പറഞ്ഞു. 2000-ലെ മലയാളി ഓഡിയൻസിന് ഒരു ന്യൂ കമ്മർ കോൺഫിഡൻസോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുന്നതിന് മുൻപേ തന്നെ ജാഡ എന്ന് ലേബിൾ ചെയ്തു. ജാഡ അയാൾ കോൺഫിഡൻസ് ആക്കി, ആറ്റിറ്റ്യൂഡിനെ അയാൾ സ്റ്റാർഡമാക്കി. ഇന്റർനെറ്റിൽ എനിക്കെതിരെയുള്ള പ്രചരണങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഇത് ചെയ്യുന്നവരാരെയും എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരോ ഞാൻ അവരോട് പേഴ്സണലി എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുള്ളവരോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുള്ള ഒരാളോ അല്ല ഞാൻ. എനിക്ക് ഇവരെ ആരെ അറിയില്ല, അവർക്ക് എന്നെയും പരിചയമില്ല. പൃഥ്വിരാജിന്റെ കരിയറിനെ പറ്റി നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ മാസ് ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, പാൻ ഇന്ത്യ സ്റ്റാർ എന്നൊക്കെ പറയാം. പക്ഷെ നമുക്ക് ഏർലി 2000s റിവൈൻഡ് ചെയ്യാം. പൃഥ്വിരാജ് സിനിമയിലേക്ക് വരുന്നത് 19-ാം വയസ്സിലാണ്. നന്ദന ഹിറ്റായപ്പോൾ ആക്ടിംഗ് പൊട്ടൻഷ്യൽ കേരളം മൊത്തം കണ്ടു. പക്ഷേ പൃഥ്വിരാജ് ബാക്കിയുള്ളവരെ പോലെ ആയിരുന്നില്ല. പുള്ളി ഓപ്പണായി സംസാരിക്കുമായിരുന്നു. സിനിമയെപ്പറ്റി വ്യക്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. മലയാളം സിനിമ ഗ്ലോബൽ ലെവൽ എത്തണമെന്നും ഡയറക്റ്റ് ചെയ്യണമെന്നും എന്നൊക്കെ പുള്ളി 20s തന്നെ പറഞ്ഞു. പക്ഷെ നമ്മുടെ സൊസൈറ്റിക്ക് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയാൻ അറിയില്ലല്ലോ. അഹങ്കാരി എന്ന് വിളിക്കാനാണ് ഇഷ്ടം. മീഡിയ പുള്ളിയെ ടാർഗറ്റ് ചെയ്തു, ഇന്റർനെറ്റ് ട്രോൾസ് പുള്ളിയെ മോക്ക് ചെയ്തു. പക്ഷെ പൃഥ്വിരാജ് റെസ്പോണ്ട് ചെയ്തത് വേർഡ്സ് യൂസ് ചെയ്തല്ല. Now let's go back to his interview. 20 വർഷത്തിന് ശേഷമുള്ള പൃഥ്വിരാജിനെ കുറിച്ചുള്ള ചിത്രം താങ്കൾക്ക് തന്നെ ഒന്ന് പറയാമോ? യൂഷ്വൽ ആ സ്റ്റേജിലുള്ള ഒരു ആക്ടർ എന്ത് പറയും? ഹോപ്പ്ഫുള്ളി നല്ല റോൾസ് ചെയ്യണം, ഗുഡ് മൂവീസ് ചെയ്യണം, ഹാപ്പിയായി ഇരിക്കണം. ബട്ട് പൃഥ്വിരാജ് ഇസ് നോട്ട് യൂഷ്വൽ. ഹീ സ്റ്റാർട്ട്സ് ഡിസ്ക്രൈബിംഗ് എ കരിയർ ആർക്കിടെക്ചർ. പുള്ളി ഒരു സ്വപ്നമല്ല പറയുന്നത്, അദ്ദേഹം മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസ് ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആസ് എൻ ആക്ടർ, ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ ഡയറക്ടർ ആൻഡ് എ ഫാമിലി മാൻ. ഫസ്റ്റ്, ആസ് എൻ ആക്ടർ. ഇന്ത്യയിൽ 3 ഭാഷയിൽ അഭിനയിക്കുന്ന ഒരു ആക്ടർ ആകണമെന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ ഓൾറെഡി 4 ഭാഷയിലാണ് പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പൃഥ്വിരാജ് മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ആക്ടർ അല്ല. തമിഴ്, ഹിന്ദി, തെലുങ്കു അങ്ങനെ പാൻ ഇന്ത്യ ആക്ടറായി മാറി. ആസ് എ പ്രൊഡ്യൂസർ, പൃഥ്വിരാജ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. ഏർലി ആയിട്ട് തന്നെ അയാൾ പ്രൊഡക്ഷനിലോട്ട് ഇൻവോൾവ് ചെയ്തു. ഓഗസ്റ്റ് സിനിമ യൂസ് ചെയ്ത് ഉർമിയും ഇന്ത്യൻ റുപ്പീസും പ്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ തുടങ്ങി. ആസ് എ ഡയറക്ടർ, പൃഥ്വിരാജ് പറഞ്ഞ ഓർമ്മയുണ്ടോ, എനിക്ക് വളരെ താല്പര്യം തോന്നുന്ന കോൺസെപ്റ്റ് മാത്രം ചെയ്യുന്ന ഒരു ഡയറക്ടർ ആവണമെന്ന്. 2019 ലൂസിഫർ ഇൻഡസ്ട്രി ഹിറ്റായി മാറി. പിന്നെ ലൂസിഫർ ഒരു സ്റ്റാൻഡ് അലോൺ സക്സസ് ആക്കാണ്ട് ബ്രോഡാഡിയും ലൂസിഫർ 2ഉം ഇറക്കി. ഇവിടെയാണ് ഞാൻ ഈ വീഡിയോ ഒരു നോർമൽ സക്സസ് സ്റ്റോറി ആക്കാൻ ആയിരിക്കാത്തത്. ബിക്കോസ് നമ്മൾ ഇപ്പോൾ റിസൾട്ട് നോക്കിയല്ല സംസാരിക്കുന്നത്. ആക്ടർ, പ്രൊഡ്യൂസർ, ഡയറക്ടർ, പാൻ ഇന്ത്യ ഫിലിംസ്, രാജ്മൗലി, എവറിത്തിങ് ലുക്സ് വെരി ക്ലീൻ. പക്ഷെ പുള്ളിയുടെ ജേർണി അത്ര ക്ലീൻ അല്ല. കുറേ ഫിലിംസ് ഫെയിലായി, കുറേ ഡിസിഷൻസ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു, കുറേ സമയത്ത് ഓഡിയൻസ് തന്നെ അയാളുടെ അഗെയിൻസ്റ്റ് ആയി. ബട്ട് അവിടെയാണ് ഈ മനുഷ്യൻ്റെ ബിഗ്ഗസ്റ്റ് ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നിയത്. ഹീ ഡിഡ്ന്റ് അലോ പബ്ലിക് ഒപ്പീനിയൻ ടു ബിക്കം ഹിസ് കരിയർ പ്ലാൻ. ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും അയാൾ വർക്ക് ചെയ്തു. ഇതെല്ലാം ഒരു സിമ്പിൾ മാനിഫെസ്റ്റേഷൻ ആണോ? മേ ബി. പക്ഷേ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ജനറലി നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? എനിക്കിത് വേണം, യൂണിവേഴ്സ് ഇത് എനിക്ക് തരും. പക്ഷേ പൃഥ്വിരാജിൻ്റെ സ്റ്റോറി അങ്ങനെയല്ല. ഒരു വിഷൻ ഉണ്ടാക്കി, പിന്നെ അതിനു വേണ്ടി വർക്ക് ചെയ്തു. ആക്ടർ ആവണം, വർക്ക്. മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ റീച്ച് വേണം, വർക്ക്. പ്രൊഡ്യൂസർ ആവണം, റിസ്ക് എടുത്തു. ഡയറക്ടർ ആവണം, സിനിമ ഓടിച്ചു. ആടുജീവിതം ചെയ്യണം, 16 years വെയിറ്റ് ചെയ്തു. പാൻ ഇന്ത്യ സ്പേസിൽ എൻ്റർ ചെയ്യണം, സലാർ. പാൻ വേൾഡ് ആക്ടർ ആവണം, ഇപ്പോൾ വാരണാസി. സോ മേ ബി പൃഥ്വിരാജ് മാനിഫെസ്റ്റേഷൻ കിങ് അല്ല. അയാൾ തൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. ആ ഫ്യൂച്ചറിനെ റിയാലിറ്റി ആവുന്നത് വരെ വർക്ക് ചെയ്തൊരു മനുഷ്യനാണ്.
Because ultimately,